നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്ന ഒരു മേഖലയാണ് നീറ്റ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളുടെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. ആ പ്രക്ഷോഭങ്ങളിൽ പലരും മുതലെടുക്കുകയും ചെയ്തിരുന്നു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം, ആ പ്രക്ഷോഭം അക്രമാസക്തമായത്, ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ചു. ഈ സമരം കാരണം പിന്നീട് തുടർന്നു വന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ബഹളത്തിൽ മുങ്ങുന്നതടക്കം നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പഴികേട്ടത് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയ പരാജയത്തിൻ്റെ പേരിൽ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലുണ്ടായ വീഴ്ചയുടെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ പരിഹാര നടപടികളിലേക്ക് കേന്ദ്രം കടക്കുകയാണ്. ഈ പറയുന്ന പരീക്ഷകളൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ഈ പരീക്ഷകളൊക്കെ നടത്താൻ ഉത്തരവാദിത്വമുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഇന്ത്യയുടെ പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയെ ഉടച്ചു വാർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒന്നും രണ്ടുമല്ല, 600-ലധികം വിദഗ്ധന്മാരെ കേന്ദ്ര സർക്കാർ ഒറ്റയടിക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നു. പകരം ആളുകളെ നിയമിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ചോദ്യപേപ്പർ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനായി 4 തല സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓഫീസുകളും മറ്റും പുതിയ ഓഫീസുകളിലേക്ക് അടിയന്തരമായി മാറ്റാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഓഫീസ് പുതിയ ഓഫീസിലേക്ക്, അതായത് മന്ത്രിമാരുടെ കൺവട്ടത്ത് വരുന്ന രീതിയിലുള്ള ഓഫീസിലേക്ക് മാറ്റാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അടിയന്തരമായി ഓഫീസ് മാറ്റം ഉണ്ടാകും, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ്. മാത്രമല്ല, ഇതിൻ്റെ ചുമതല, പരീക്ഷാ നടത്തിപ്പിൻ്റെയും പരീക്ഷയിലുള്ള സുരക്ഷയുടെയും ഒക്കെ ചുമതല അത് CISFന് നൽകാനും തീരുമാനമായിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലാണ് ഇപ്പോൾ ഈ പുതിയ മാറ്റങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 600ഓളം വരുന്ന വിദഗ്ധന്മാരെ കേന്ദ്ര സർക്കാർ ഒരു പരിഗണനയുമില്ലാതെ പിരിച്ചുവിട്ടിരിക്കുന്നു. കുട്ടികൾക്ക് ഉന്നതമായ പരീക്ഷാ അനുഭവം നൽകുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വീഴ്ച വരുത്തിയവർക്കെതിരായിട്ടുള്ള നടപടിയാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ട് ധാരാളം വിദ്യാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നിലവിലെ ഓഫീസുകൾ പൂട്ടി പുതിയ ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ചോദ്യപേപ്പറും മറ്റും തയ്യാറാക്കുന്ന വിധം, അല്ലെങ്കിൽ ചോദ്യപേപ്പറിൻ്റെയൊക്കെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന രീതി, അതൊക്കെ കാലാനുസൃതമായി പൊളിച്ചെഴുതാനാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതായത് ചോദ്യപേപ്പർ ചോർച്ച ഇല്ലാത്ത വിധത്തിൽ ആയിരിക്കണം ഈ ചോദ്യപേപ്പറൊക്കെ തയ്യാറാക്കേണ്ടത്. ഈ ഫോണും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചത് ചോർത്തുന്നതിനെതിരെ അതീവ സുരക്ഷ വേണം. സിഗ്നൽ ജാമിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്നും അതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നും പുതുതായി ചേർന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഉണ്ടായ വിവാദം, ആ വിവാദത്തിലടക്കം 50 പേരെ വീണ്ടും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ NDAയിൽ നിന്നും പുറത്തു പോവുകയാണ്. അതുപോലെ സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥർ NDAയിലേക്ക് വരികയുമാണ്. മാത്രമല്ല, വലിയ പരിഷ്കാരങ്ങൾ NDAയിൽ നടക്കുകയും ചെയ്യുന്നു. ഒരു കാരണവശാലും ഈ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള സംഭവ വികാസങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമരം നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മറ്റു പല വിഷയങ്ങളിലും ഈ പാറ്റ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഇടപെട്ടേക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട്. പക്ഷേ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കുക, ഇനി ഈ ഒരു സംവിധാനത്തിന് കൂടുതൽ കാര്യക്ഷമത നൽകുക, ചോദ്യപേപ്പർ ചോർത്തുന്ന മാഫിയകളെ തടയുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഈ പരിഷ്കരണങ്ങൾ കുട്ടികളുടെ ആശങ്ക, അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ ആശങ്ക, ഇതെല്ലാം മാറ്റാൻ ഇടയാക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും വിലയിരുത്തുന്നത്.